ഞാൻ ജയശ്രീ. ദേവദത്തം ടൈംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് അഹമ്മദാബാദിലുള്ള സബർമതി തീരത്തേക്കാണ്. നമ്മുടെ പഴയത് എന്ന് പറയാൻ പറ്റില്ല, ഇപ്പോഴും നമ്മുടെ മനസ്സിലൊക്കെയുള്ള ഗാന്ധിജി താമസിച്ചിരുന്ന സ്ഥലം. ഞാനൊക്കെ ചരിത്രത്തിൽ പഠിച്ച കാര്യങ്ങളാണ്, പക്ഷെ കണ്ടു കഴിഞ്ഞപ്പോഴേ എൻ്റെ ഒരു ഭാഗ്യം എന്നേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. കാരണം എനിക്ക് അവിടെയൊക്കെ പോയിട്ടത് കാണാനുള്ളൊരു ഭാഗ്യം ഉണ്ടായല്ലോ. ഗാന്ധിജി താമസിച്ചിരുന്ന ആ സ്ഥലങ്ങളും അവരുടെ ബാക്കി കുറച്ച് റിലേറ്റീവ്സും താമസിച്ചിരുന്നതും എല്ലാം സബർമതി നദിയുടെ തീരത്ത് തന്നെയാണ്. ഇപ്പോഴും ആ പഴയ വീട് അതുപോലെ തന്നെ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. ആദ്യം നമ്മൾ ഗാന്ധിജിയും കസ്തൂർബയും കൂടി താമസിച്ചിരുന്ന ഒരു വീട്ടിലേക്കാണ് പോയത്. അവിടെ ഫ്രണ്ടിൽ ഇങ്ങനെ ചർക്കയും അത് തുന്നുന്ന സ്ഥലങ്ങളും ഒക്കെ ഉണ്ട് ആ ഫ്രണ്ടിൽ തന്നെ. അത് കഴിഞ്ഞാൽ ഒരു നടുമുറ്റമുണ്ട്. നടുമുറ്റത്തിൻ്റെ ഇപ്പുറത്തൊരു 2 ബെഡ്റൂം, ചെറിയ ചെറിയ റൂംസാണ്. പിന്നെ അത് കഴിഞ്ഞാൽ അടുക്കള നല്ല രസമുള്ള ഒരു അടുക്കളയാണ് കേട്ടോ. നമ്മൾ ഇപ്പോഴത്തെ രീതിക്ക് തന്നെ സ്ലാബൊക്കെ ഇട്ട്, അല്ലെങ്കിൽ കുറച്ച് താഴ്ത്തുണ്ട്, അങ്ങനെ കത്തിക്കാനുള്ള ഒരു സാധനങ്ങൾ, അതിൻ്റെ പാത്രങ്ങൾ, പണ്ട് ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളും ഒക്കെ അവിടെയുണ്ട്. നല്ല കൗതുകകരമായ ഒരു കാഴ്ചയാണത്. അത് കഴിഞ്ഞിട്ട് നമുക്കവിടെ ഒരു കുറച്ച് കഴിഞ്ഞ് പോകുമ്പോൾ ഗാന്ധിജിയുടെ കുട്ടികൾ താമസിച്ചിരുന്ന സ്ഥലങ്ങളും കാണാം, എന്നുവെച്ചാൽ ബിൽഡിങ് കാണാം. പിന്നെ അതൊക്കെ നദീതീരത്ത് തന്നെയാണ്, സബർമതി നദീതീരം. അതിൽ നിന്ന് 2-3 സ്റ്റെപ്പ് താഴത്തേക്ക് ലാൻഡ്സ്കേപ്പിൽ താഴത്തേക്ക് ഇറങ്ങിയാൽ അത് നമ്മൾ അവിടെ ആ തീരത്തെത്തും. പിന്നെ പിന്നെ ഗാന്ധിജിയുടെ ഓരോ കാലഘട്ടങ്ങളിലായിട്ടുണ്ടായ ഗാന്ധിജിയുടെ ചിത്രങ്ങളും ഗാന്ധിജി ചെയ്ത കാര്യങ്ങളും എല്ലാം ഒരു മ്യൂസിയം മാതിരി അപ്പുറത്തെ സൈഡിൽ അതെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. അതെല്ലാം കാണുന്നെങ്കിൽ കുറേ സമയം വേണം. അത്രയ്ക്കും കാര്യങ്ങൾ അതേപോലെ ഓരോ കാലഘട്ടത്തിലും ഉണ്ടായ കാര്യങ്ങളെല്ലാം അവിടെ എഴുതി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചിത്രങ്ങളും ഉണ്ട്. നമുക്ക് നല്ലൊരു അനുഭവമാണ്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ പോകുന്ന ഒരു വൈകുന്നേരം ആകുമ്പോഴത്തേക്കും, വൈകുന്നേരം എന്ന് പറയാൻ പറ്റില്ല, കുറച്ചൊരു സന്ധ്യ ആകുമ്പോൾ ഈ സബർമതി തീരത്തുള്ള ഒരു സ്ഥലത്ത് പ്ലെയിനായിട്ടാണ് നമുക്കൊരു പാർക്ക് പോലെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അവിടെ നമുക്ക് കുറച്ചിങ്ങനെ സൈക്കിളോ സ്കൂട്ടറോ എന്ന് പറയാൻ പറ്റില്ല, അതുപോലത്തെ ഒരു സാധനം നമുക്ക് ഓടിക്കാം. അത് റെൻറ്റിന് കിട്ടും. അത് ഞാനൊക്കെ ഓടിച്ചു, നല്ല രസമാണ്. 2 വീലുള്ള ഒരു ഇങ്ങനെ സ്കേറ്റിംഗ് പോലെ ചെയ്യുന്നത്, അത് നല്ല പ്ലെയിൻ ആയിട്ട് കിടക്കുന്ന സ്ഥലമാണ്. അവിടെ നമുക്കത് ഓടിച്ച് രസിച്ചിരിക്കാം. കുറച്ച് കഴിയുമ്പോഴത്തേക്കും കുറച്ച് നീങ്ങിയിട്ട് നല്ല ഭക്ഷണങ്ങളൊക്കെ കിട്ടുന്ന, ഗുജറാത്തിൻ്റെ പ്രിയപ്പെട്ട ഭക്ഷണങ്ങളും ചായയും ഒക്കെ കിട്ടുന്ന കുറേ സ്ഥലങ്ങളുണ്ട്. ഈ സബർമതിയുടെ ആശ്രമത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിറച്ച് വനങ്ങളാണ്. അത് പണ്ട് ഉണ്ടായിരുന്ന വനങ്ങളുമുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു ആര്യവയ്പ്പൊക്കെ അന്ന് ഗാന്ധിജി ഉണ്ടായിരുന്ന അവിടെ പോയി നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ ഒരു സ്ഥലമാണ്. ചെരുപ്പൊക്കെ അഴിച്ചു വെച്ചിട്ട് അവിടെ പോയിട്ട് പ്രാർത്ഥിക്കാം. അന്നുണ്ടായിരുന്ന ആര്യവയ്പ്പ് തന്നെയാണെന്നാണ് അവരൊക്കെ പറഞ്ഞത്. പിന്നെ ധാരാളം മരങ്ങളുണ്ട്. അവിടെ പോയാൽ ഒരു എന്താ പറയുക, നല്ലൊരു തണുപ്പ് നമുക്ക് ഫീൽ ചെയ്യും. അത്രയ്ക്കും സുഖകരമായൊരു അവസ്ഥയായിരുന്നു അത്. നന്ദി.